അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഉൾക്കിടിലത്തോടെയാണ് അന്നത്തെ സംഭവങ്ങളെ മുൻ എംപിയും മാധ്യമപ്രവർത്തകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഓർത്തെടുക്കുന്നത്. പോലീസും പാർട്ടി ഗുണ്ടകളും സഞ്ജയ് ബ്രിഗേഡും ഒക്കെ ചേർന്ന് അഴിഞ്ഞാടിയ കാലം. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥയായിരുന്നു അതെന്നും സെബാസ്റ്റ്യൻ പോൾ പറയുകയാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച അപൂർവം പത്രങ്ങളിലൊന്നായ ഇന്ത്യൻ എക്സ്പ്രസിന്റെ തിരുവനന്തപുരം റിപ്പോർട്ടറായിരുന്നു അന്ന് സെബാസ്റ്റ്യൻ പോൾ. നമുക്ക് ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊക്കെ ഇപ്പോൾ പല സന്ദർഭങ്ങളിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതായിരുന്നില്ല അന്നത്തെ അടിയന്തരാവസ്ഥ. അന്നത്തെ അടിയന്തരാവസ്ഥ എന്നത് ജീവനില്ല, ജീവിതമില്ല. ജയിലിൽ പോകുന്നവർക്ക് അവരെന്ന് പുറത്തു വരുമെന്ന് അറിയില്ലല്ലോ. കോടതി ശിക്ഷിച്ച് ജയിലിലാക്കിയാൽ ആ കാലാവധി കഴിയുമ്പോൾ പുറത്തു വരാം. ഇത് എന്ന് കഴിയും, എന്തെങ്കിലും മാറ്റം വരുമോ ഒന്നും നമുക്കറിയില്ല. എങ്ങനെയാണ് ഒരു ഏകാധിപതി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ഭരണഘടനാ ബാഹ്യമായ അധികാര ശക്തികൾ നിർമ്മിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവർക്ക് എല്ലാവരും കീഴ്പ്പെട്ട് പോകുന്നത്. ഇങ്ങനെ പലതിനും പല ചോദ്യങ്ങൾക്ക് നമ്മൾ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അവയ്ക്ക് പലതിനും ഉത്തരം കിട്ടിയ നാളുകൾ കൂടിയായിരുന്നു അന്നത്തെ അടിയന്തരാവസ്ഥ. ഇന്നും അത് ഓർക്കുമ്പോൾ നമുക്കൊരു ഉൾക്കിടിലത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയുകയുള്ളൂ. ഒരു പോലീസും പാർട്ടി ഗുണ്ടകളും സഞ്ജയ് ബ്രിഗേഡും ഒക്കെ ചേർന്ന് അഴിഞ്ഞാടിയ ഒരു കാലമായിരുന്നു അത്.